ഹായ് ഓൾ, ദിസ് ഇസ് മൈ ന്യൂ ചാനൽ അമ്മാസ് കറി ടീൽസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടറ്റോ കറിയാണ്. അത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഒരു 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. 3 ഉരുളക്കിഴങ്ങ് വേവിച്ചത്, പിന്നെ ഒനിയൻ, ഗ്രീൻ ചില്ലി, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചേക്കുക. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കടായി വെച്ചു, എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ എണ്ണ യൂസ് ചെയ്തേക്കുന്നത്. കടുക്, ഡ്രൈ റെഡ് ചില്ലി, പിന്നെ ഉഴുന്ന് പരിപ്പ് കടുക് വറക്കാനായിട്ടിടുന്നു. അതൊക്കെ ഓപ്ഷനിലാണ്. ഉഴുന്ന് പരിപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉഴുന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അതിനകത്തോട്ട് ചേർക്കാം. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉപ്പിട്ടിട്ട് കുറച്ചൊരു ഉപ്പ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഉപ്പിട്ട് വഴറ്റി ഒന്ന് ബ്രൗൺ ആക്കണം. ഒത്തിരി അങ്ങ് ഡാർക്ക് ബ്രൗൺ ആക്കണ്ട, ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആക്കി കുറച്ചൊരു വെളിച്ചെണ്ണയും കൂടെ നമുക്ക് തൂക്കി കൊടുക്കുക. അതിനകത്ത് എണ്ണ കുറവായിട്ട് തോന്നി, ഇച്ചിരി ഉപ്പും നന്നായിട്ടൊന്ന് വഴറ്റി ഇച്ചിരി കൂടെ ഒന്ന് അതിന് ബ്രൗണിഷ് ഷെയ്ഡ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓൾറെഡി പൊട്ടറ്റോ വേവിച്ച് വെച്ചേക്കുന്നതായതുകൊണ്ട് നമുക്ക് ഈസിയാണ്. ഇതിപ്പം ഓഫീസിൽ പോകുന്നത്, സ്കൂളിൽ വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ ആയിട്ട് എളുപ്പമായിട്ടുള്ളൊരു ഡിഷായിരിക്കും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷായിരിക്കും. നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് 2 പൊട്ടറ്റോ അല്ലെങ്കിൽ 3 പൊട്ടറ്റോ എടുത്ത് കുക്കർ വേവിച്ചിട്ട് നമുക്കത് ആ ടൈമിൽ നമുക്ക് വേറെ എന്തെങ്കിലും സൈഡിൽ നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ചെറുതായിട്ടൊന്നത് സബോള മൂത്തു. ഇനിയിപ്പം ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങി. കുറച്ചുകൂടെ ഒന്ന് ആവുമ്പോഴത്തേക്കും പൊട്ടറ്റോ ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ യോജിപ്പിക്കണം. ഇനി വേവിച്ച് വെച്ച പൊട്ടറ്റോ ഞാനിവിടെ ഒരു 3-4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഇളക്കി ഈ ഒനിയൻ്റെ കൂടെയും ഗ്രീൻ ചില്ലിയുടെ കൂടെയൊക്കെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. നല്ലപോലെ അത് യോജിപ്പിക്കണം. ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ല കേട്ടോ. ഞാനിപ്പം ചെറുതായിട്ടൊരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ലതാണ്. ഇപ്പം ഞാൻ ഇട്ടത് ഗരം മസാലയാണ്. ഗരം മസാലയും പെപ്പർ നമുക്കിടാം, മഞ്ഞൾ, പെപ്പർ, ക്രഷ്ഡ് പെപ്പറാണ് ഇതിന് നല്ലത്. പെപ്പറും ചിക്കൻ മസാലയോ ഗരം മസാലയോ ഇടാം, പിന്നെ ഉപ്പും. നന്നായിട്ട് അതിനെ എല്ലാത്തിനെയും കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് നല്ലൊരു ചൂട് വെള്ളമായിരിക്കണം നമ്മളിതിനകത്ത് ഒഴിക്കേണ്ടത്. അപ്പം കെറ്റിലുണ്ടെങ്കിൽ നമുക്ക് കെറ്റിലിൽ വെള്ളം ചൂടാക്കിയിട്ട് നമുക്ക് സൈഡിലത് വെച്ചേക്കണം. നേരത്തെ നമ്മളത് ചെയ്ത് വെച്ചിരിക്കണം. ചൂട് വെള്ളം അതിലോട്ട് ഒഴിച്ച് നന്നായിട്ട്, പൊട്ടറ്റോ ഓൾറെഡി വെന്തതുമാണ്, പക്ഷേ എന്നാലും നമുക്ക് ഇച്ചിരി ഗ്രേവി കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് നല്ല ചൂട് വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ച് അതിനെ ഒരു ഗ്രേവി ഫോമിലാക്കണം. അതിനെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് വെക്കുക. ഇതിന് നമുക്ക് തേങ്ങാപ്പാൽ വേണ്ടവർക്ക് തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് കുറുകി കഴിയുമ്പം എടുക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ്. പക്ഷേ തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പോൾ ഒന്നുകൂടെ അതിനൊരു ടേസ്റ്റ് കൂടും. അപ്പോൾ ഉപ്പ് കുറവായിട്ട് ഞാൻ ഇച്ചിരി കൂടെ ഉപ്പ് ആഡ് ചെയ്തു. തേങ്ങാപ്പാലിൻ്റെ പൊടിയും ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ലാസ്റ്റ് ആഡ് ചെയ്യാം. ഇച്ചിരി കൂടെ ഒന്നത് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരുമ്പോൾ മാത്രം തേങ്ങാപ്പാൽ ആഡ് ചെയ്താൽ മതി. പെട്ടെന്നൊരു ഈസി ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈസി ഡിഷായിട്ട് നമുക്ക് എടുക്കാം ഇത്. ബിക്കോസ് വർക്കിംഗ് വുമൺ, ഓഫീസിൽ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് ഇത് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയാണ്. പിള്ളേർക്ക് ടിഫിൻ ബോക്സ് കൊടുത്തു വിടാനും ഒക്കെ നല്ലൊരു ഡിഷാണ്.
ഇനി ഞാൻ തേങ്ങാപ്പാൽ ഒരു 2 സ്പൂൺ തേങ്ങാപ്പാൽപ്പൊടി എടുത്തു. മാഗിയുടെ പാൽപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യണം. അതിൻ്റെ ആ പൊടി നന്നായിട്ട് അതിനകത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ചേർക്കാൻ വേണ്ടി. അത് നമ്മൾ നമ്മുടെ ഗ്രേവിയിലോട്ടിടുന്നു. എന്നിട്ട് നന്നായിട്ട് അതിനെ യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നന്നായിട്ട് അതിനെ അതൊന്ന് തിളച്ച് വരണം. ഒന്ന് സിമ്മി വെച്ചിട്ട് തിളപ്പിക്കണം. അത് നല്ല രീതിയിൽ തിളപ്പിച്ച് ഇച്ചിരൂടെ വേണമെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് കുറച്ചുകൂടെ ഞാൻ ആഡ് ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ കൺസിസ്റ്റൻസി വെച്ചിട്ട് നിങ്ങൾക്കത് കുറച്ചുകൂടെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യും. ഇച്ചിരൂടെ ഞാൻ പെപ്പറും ഇട്ടു, കുറച്ച് മല്ലിയില ഇട്ടു. ലാസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യണം. അപ്പം ഡിഷ് റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ and like to my channel. Thank you.